അരാജകത്വം ആക്രമണവും നേപ്പാളിൽ പടരുന്നു. സമാധാനം പാലിക്കാൻ സൈന്യം ആഹ്വാനം ചെയ്തു എന്ന വാർത്ത വരുന്നുണ്ട്. പല നേതാക്കളുടെയും വീടുകൾ തീവച്ച് നശിപ്പിക്കുന്നുണ്ട്. പി വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ. ഇപ്പം വല്ലാത്തൊരു അവസ്ഥയാണ് ഇപ്പം നേപ്പാളിൽ. താങ്ക് യു എസ് കെ. തീർച്ചയായിട്ടും എസ് കെ, നേപ്പാള് വലിയ രീതിയിൽ ആക്രമണവും അതുപോലെ തന്നെ അരാജകത്വവും പടരുകയാണ്. അവിടുത്തെ പ്രധാനപ്പെട്ട മന്ത്രിമാരെല്ലാം രാജിവെച്ചു. പ്രധാനമന്ത്രി KP ശർമ്മ ഒലി രാജിവെച്ച് വേറൊരു സ്ഥലത്തേക്ക്, സുരക്ഷിതമായ സ്ഥാനത്തേക്ക് സൈന്യം മാറ്റിയെന്ന് പറയുന്നു. ഇന്നലെ രാത്രി മുതൽ സൈന്യം രാജ്യത്തിൻ്റെ സുരക്ഷയുടെ നേതൃത്വം ഏറ്റെടുത്തു. സൈന്യം ആഹ്വാനം ചെയ്തിരിക്കുന്ന സമാധാനത്തിന് വേണ്ടി അവിടുത്തെ എയർപോർട്ടുകൾ മുഴുവൻ, വിമാനത്താവളങ്ങൾ മുഴുവൻ പൂട്ടിയിരിക്കുകയാണ്, അത് അടച്ചുപൂട്ടിയിരിക്കുകയാണ്. വിമാനങ്ങൾ യാത്ര ചെയ്യുന്നത് സുരക്ഷിതമല്ല എന്ന് എല്ലാ രാജ്യങ്ങളും നേപ്പാളിലേക്ക് പോകരുതെന്ന് പറഞ്ഞിരിക്കുന്നു, ഇന്ത്യ അടക്കം. ഇന്ത്യ വളരെ ആകാംക്ഷയോടെയും ആശങ്കയോടെയാണ് കാര്യങ്ങൾ കാണുന്നത്. ഒരുപക്ഷെ ഈ ബംഗ്ലാദേശിൽ നടന്നതിന് വ്യത്യസ്തമായി SKN ചെറിയൊരു ഇതെടുത്തിരിക്കുന്നു. ബംഗ്ലാദേശ് പ്രധാനമന്ത്രിക്ക് അഭയം കൊടുക്കുകയായിരുന്നു ഇന്ത്യ. അതുകൊണ്ട് തന്നെ ഇന്ത്യക്കെതിരെ ബംഗ്ലാദേശിൽ വലിയ ജനരോഷം ഉണ്ടായിരുന്നു. അവിടെ വെടിയേറ്റ് മരിച്ച 20 ചെറുപ്പക്കാർക്ക് അനുകൂലമായിട്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ അതിൽ വേദനാജനകമാണെന്ന് പറഞ്ഞു. ഒരു പക്ഷം പിടിക്കാതെ ഇന്ത്യ നിൽക്കുകയാണ്. നേപ്പാളിലെ സംഭവവാസങ്ങൾ, അവിടുത്തെ മുൻ പ്രധാനമന്ത്രി ആയിട്ടിപ്പോൾ മാറിയ KP ശർമ്മ ഒലിയുടെ മാത്രമല്ല, പ്രചണ്ഡ എന്ന പേരിൽ അറിയപ്പെടുന്ന പുഷ്പകമൽ, അദ്ദേഹം ഇന്ത്യയുടെ അടുപ്പമുള്ള ഒരു മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവാണ്. അദ്ദേഹത്തിന് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് നേതാക്കളുമായിട്ട് ബന്ധമുണ്ട്. അദ്ദേഹത്തിൻ്റെ വീട് വരെ തീവച്ച് നശിപ്പിച്ചു. ഒരുപാട് പൊളിറ്റീഷ്യൻസ്, മന്ത്രിമാർ എല്ലാവരുടെയും, കാരണം അവിടെ വലിയ അഴിമതിയാണ്. മന്ത്രിമാരുടെയും രാഷ്ട്രീയക്കാരുടെയൊക്കെ മക്കൾ വലിയ രീതിയിൽ ദൂർത്തടിച്ച് ജീവിക്കുന്നു. പാവപ്പെട്ടവരൊക്കെ പട്ടിണിയിലാണ്. അതിനെതിരെയുള്ള പ്രക്ഷോഭമാണ് ജനറേഷൻ സെഡ് എന്ന പേരിൽ ഒരു പ്രായത്തിലുള്ള ഒരു വിഭാഗം യുവാക്കളുടെ വലിയ പ്രക്ഷോഭമായിട്ട് മാറിയപ്പോൾ അത് ജനം മുഴുവൻ ഏറ്റെടുത്തു. കാഠ്മണ്ഡുവിൽ മാത്രമല്ല, ലോകം അവിടുത്തെ പ്രധാനപ്പെട്ട പ്രദേശങ്ങളിൽ മുഴുവൻ വലിയ രീതിയിലുള്ള പ്രക്ഷോഭം നടക്കുകയാണ്. ഇനിയും ചർച്ചകൾക്ക് വിളിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഈ ദിവസങ്ങളിൽ ചർച്ചകൾ നടക്കും. അവർ പറയുന്ന നേതാവിനെ പ്രധാനമന്ത്രി നേതൃത്വത്തിൽ കൊണ്ടുവരണം. അവിടുത്തെ കാഠ്മണ്ഡുവിലെ മേയറുടെ അടക്കം പേരുകൾ അതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. എന്തായാലും നേപ്പാളിലെ സംഭവവാസങ്ങൾ ഇന്ത്യയെ ഭയങ്കരമായിട്ട് അസ്വസ്ഥപ്പെടുത്തുന്നതാണ്. SKN, നമുക്ക് 1751 കിലോമീറ്റർ നേപ്പാളുമായി അതിർത്തിയുണ്ട്. അതിർത്തിയിലൂടെ ഒരുപാട് ജനം ഇന്ത്യയിലേക്ക് കയറുന്നത് തടയാൻ സൈന്യത്തെയും അർദ്ധസൈനിക വിഭാഗത്തെയും ഇന്ത്യ വിന്യസിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നേപ്പാളിലേക്ക് ഈ ദിവസങ്ങളൊന്നും ആരും പോകരുതെന്നാണ് ഇന്ത്യ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. എന്തായാലും നേപ്പാളിലെ സംഭവവാസങ്ങൾ ഈ ശ്രീലങ്കയിൽ നമ്മൾ കണ്ടതാണ്. പ്രസിഡൻഷ്യൽ പാലസിന് നേരെ വലിയ ആക്രമണം നടന്നതും പ്രസിഡന്റിന് രാജപാക്സയ്ക്ക് ഓടി രക്ഷപ്പെടേണ്ടി വന്നതും പ്രധാനമന്ത്രിയുടെ വീട് കത്തിച്ചതൊക്കെ അതും രാജപാക്സ തന്നെയായിരുന്നു. അവിടെ ഇപ്പോൾ ശ്രീലങ്ക വീണ്ടും തിരിച്ചു വരികയാണ്. ബംഗ്ലാദേശിലെ പ്രധാനമന്ത്രിക്ക് ഇന്ത്യയിലേക്ക് രക്ഷപ്പെടേണ്ടി വന്നു. അങ്ങനെ ജനാധിപത്യ രാജ്യങ്ങളിൽ അഴിമതിയും അക്രമവും ഏകാധിപത്യം വരുമ്പോൾ അതിനെതിരെ ജനങ്ങളുടെ പ്രക്ഷോഭം ഉണ്ടാവുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് നേപ്പാളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. SKN, സ്വാഭാവികമായിട്ടും ഇത് ഏകാധിപത്യ ശൈലിയിൽ ഭരിക്കുന്നവർക്കൊക്കെ വലിയ മുന്നറിയിപ്പാണ്. ജനാധിപത്യ രാജ്യങ്ങളാണ് ഇതൊക്കെ. അവിടെ രാഷ്ട്രീയ നേതാക്കൾ വലിയ രീതിയിൽ ധൂർത്തും അഴിമതിയും കാണിക്കുമ്പോൾ ജനം അവർക്കെതിരെ തിരിയുന്നു. പ്രത്യേകിച്ച് പുതിയ തലമുറ ഇതൊന്നും കണ്ടിരിക്കാൻ തയ്യാറല്ല. ഒരു കാര്യം കൂടിയുള്ള SKN, 26 സമൂഹ മാധ്യമങ്ങളാണ് അവിടെ അടച്ചിട്ടത്, അത് റദ്ദാക്കിയത്. പ്രത്യേകിച്ച് ഫേസ്ബുക്കും വാട്സപ്പും ട്വിറ്റർ, X എന്ന പേരിൽ അറിയപ്പെടുന്ന ഇതടക്കം ഒരുപാട് യൂട്യൂബൊക്കെ അവിടെ വിലക്കി. അതിനെതിരെയുള്ള പ്രക്ഷോഭമായിട്ടാണ് ആരംഭിച്ചത്. കാരണം അഴിമതി കഥകൾ പുറത്തു വരുന്നത് തടയാൻ വേണ്ടിയാണ് ഭരണകർത്താക്കൾ സമൂഹ മാധ്യമങ്ങൾക്ക് നേരെ വിലക്ക് കൊണ്ടുവന്നത്. അത് അഭിപ്രായ സ്വാതന്ത്ര്യത്തെ തടയലാണ് എന്ന രീതിയിലുള്ള പ്രതികരണമാണ് വലിയ രീതിയിൽ ഉണ്ടായത്. ആഗോളതലത്തിൽ തന്നെ വലിയ പ്രതിഷേധമുണ്ടായി. SKN. താങ്ക് യു, ജെയിംസ്.